വർഷം 1925. ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതനായ ഹറോൾഡ് പാമറോട് ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിച്ചു: വാട്ട് ഇസ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ഗൈഡൻസ് പ്രിൻസിപ്പിൾ ഫോർ കോൺവെർസേഷണൽ പ്രൊഫിഷ്യൻസി? കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിൽ അതിന്റെ ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാൻ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അദ്ദേഹം അതിന് ഉത്തരം നൽകിയത് ഇങ്ങനെയാണ്: മെമ്മറൈസ് പെർഫെക്റ്റ്ലി ദ ലാർജ് നമ്പർ ഓഫ് കോമൺ ആൻഡ് യൂസ്ഫുൾ വേർഡ് ഗ്രൂപ്പ്സ്. പിൽക്കാലത്ത് ഈ ലാംഗ്വേജ് ലേണിംഗ് മെത്തേഡിനെ ചങ്കിങ് എന്ന രീതിയിൽ അറിയപ്പെട്ടു. My chunk it method for learning languages. A learning technique to learn foreign languages that's called chunking. You would like to do it quickly is with chunking. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ ഗ്രാമർ ടോപ്പിക്സ് ഒന്നും അറിയാതെ, അതിൻ്റെ റൂൾസ് ഒന്നും തന്നെ നോക്കാതെ, ആ ഭാഷയിൽ ഉപയോഗിക്കുന്ന കുറച്ച് കോമൺ വേർഡ്സ് അല്ലെങ്കിൽ കോമൺ വൊക്കാബുലറി കോമ്പോസ് കാണാതെ പഠിച്ച് അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്ത് പ്രയോഗിക്കുന്നതാണ് ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് സെൻറ്റൻസുകളുണ്ട്. അത് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് എക്സാമ്പിൾസ് കാണിച്ചു തരാം. മേ കമ്മിങ്, ഐ എം ഡൺ വിത്ത് ദിസ്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്, ഐ എം ഓൺ മൈ വേ. ഇതുപോലുള്ള കുറച്ച് സെൻറ്റൻസുകളുണ്ട്. ഇത്തരം സെൻറ്റൻസുകളെല്ലാം നമ്മൾ ഒരു തരത്തിലും അതിൻ്റെ ഗ്രാമർ പാർട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വൊക്കാബുലറി മീനിങ് ഒന്നും നോക്കാറില്ല. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള കുറേ സെൻറ്റൻസുകൾ കാണാതെ പഠിച്ച് ഒരു ഭാഷ പഠിക്കാൻ പറ്റും. സെൻറ്റൻസുകൾ മാത്രമല്ല, ചില വേർഡ് കോമ്പോസ് കൂടി ഇതിൽ ഉൾപ്പെടും. ഉദാഹരണത്തിന് ബൈ ദ വേ, ഇൻ മൈ ഒപ്പീനിയൻ, ഓൺ ദ അതർ ഹാൻഡ്. ഇതുപോലുള്ള സെൻറ്റൻസുകൾ നമുക്ക് കാണാതെ പഠിച്ച് ഒരു സെൻറ്റൻസിൻ്റെ ആദ്യമോ അവസാനമോ ഉപയോഗിക്കും. ഇനി ജർമ്മൻ ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇൻ സ്കീനോ ഗഹൻ. ഒരു ഫുൾ സെൻറ്റൻസ് അല്ല, എന്നാൽ നമ്മളിത് ഒരുപാട് ഭാഗത്ത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കീനോൻ്റെ ആർട്ടിക്കിൾ ദസ് ആണെന്നും ഇൻ പ്ലസ് ദസ് വന്നുകൊണ്ടാണ് ഇൻസ എന്നും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. കാരണം ഈ സെൻറ്റൻസ് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രാമർ പാർട്ടിനെ കുറിച്ച് നമ്മൾ അധികം ആകുലപ്പെടാറില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. ഒരുപാട് കേട്ട് ശീലിച്ച സെൻറ്റൻസുകളുടെ ഗ്രാമർ പാർട്ട് എന്താണെന്ന് നമ്മൾ ആലോചിക്കാറില്ലല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും ഗ്രാമർ നമുക്ക് ഒരിക്കലും തെറ്റാറുമില്ല. ഇനി സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. ആദ്യം ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ്, പറയാൻ പോകുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസ് ഏതാണോ അത് മനസ്സിലാലോചിക്കും. ആലോചിച്ച ശേഷം അത് വേർഡ് ബൈ വേർഡ് ആയിട്ട് ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം വേർബ് പൊസിഷൻ കറക്റ്റാണോ നോക്കും. വേർബ് പൊസിഷൻ കറക്റ്റാണോ നോക്കിയിട്ട് അഡ്ജക്റ്റീവിൻ്റെയും കറക്റ്റാണോ നോക്കും. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കാരണം ആദ്യം ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷ് ആലോചിക്കും, അതിനുശേഷം ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, പിന്നെ അഡ്ജക്റ്റീവിൻ്റെ വേർബ് പൊസിഷൻ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സ്പീക്കിംഗ് ടൈമിൽ എനിക്കൊരു സെൻറ്റൻസ് പുറത്തു വരുന്നത്. ഇത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇതിന് പകരം ഇത്തരം വേർഡ് കോമ്പോസോ അല്ലെങ്കിൽ ഇത്തരം കോമൺ സെൻറ്റൻസോ യൂസ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് സമയം കട്ടായിട്ട് നമുക്ക് സ്പോണ്ടേനായിട്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഷ്രൈബൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എഴുതാൻ ഒരുപാട് സമയം കിട്ടും. എന്നാൽ സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരം കാൽക്കുലേഷൻ വർക്കൗട്ട് ആകാനുള്ള സമയമൊന്നും കിട്ടാറില്ല. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഡിസ്കഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്ന സമയത്തോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും തുടങ്ങുന്നത് ക്യാൻസ് ടു മിയർ ബിറ്റ് എന്ന സെൻറ്റൻസ് വെച്ചിട്ടാണ്. ഈ സെൻറ്റൻസിൻ്റെ ഗ്രാമർ പാർട്ടോ അതിൻ്റെ കോൺജുഗേഷനോ ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സെൻറ്റൻസ് ഓൾറെഡി എൻ്റെ ബ്രെയിനിൽ സെറ്റാണ്. അതുകൊണ്ട് അതിന് ശേഷം വരുന്ന പാർട്ട് എന്താണോ അതിനെ പറ്റി മാത്രം ഞാൻ വ്യാകുലപ്പെട്ടാൽ മതി. സോ ഈ ഒരു സെൻറ്റൻസ് വളരെ ഹെൽപ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഒരുപാട് വാക്കുകളല്ല, ഇതുപോലുള്ള വേർഡ് കോമ്പോസും സെൻറ്റൻസുകളും പഠിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ക്യാൻസ് ടു മിയർ ബിറ്റെ പോലെ തന്നെ ഇസ്റ്റിമെ മിൻഡിയർസു, അതല്ലെങ്കിൽ എസ്പീൽറ്റ് അതിനെ വിഷ്ടിക റോളെ, അല്ലെങ്കിൽ ഹോയ്ച്ചറ്റൊക്കെ എസ്പീൽറ്റ് അതിനെ വിഷ്ടിക റോളെ, ഇതുപോലത്തെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് തേമയിലും ഡിസ്കഷനിലും ഒരുപാടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ കൂടുതൽ പഠിക്കും തോറും എനിക്ക് ആലോചിക്കേണ്ടതിൻ്റെ ബുദ്ധിമുട്ട് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ ഇത് കാണാതെ പഠിക്കുന്നത് എപ്പോഴും ഒരു ലാംഗ്വേജ് സ്പീക്കിങ്ങിൽ ഫ്ലുവൻ്റ് ആക്കാനും നമ്മുടെ കോൺവെർസേഷൻ എബിലിറ്റി കൂട്ടാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ: വാക്കുകൾ പഠിക്കാതെ പ്രയോഗങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി ഒരുപാട് വൊക്കാബുലറീസ് ഡെയിലി നമ്മൾ പഠിക്കുന്നുണ്ടാവും, 10 or 20 വെച്ച് പഠിക്കുന്നുണ്ടാവും. ആ വാക്കുകൾക്ക് പകരം ചില വേർഡ് കോമ്പോസ് അല്ലെങ്കിൽ പ്രയോഗങ്ങൾ പഠിച്ച് ശീലിക്കുക. അപ്പോൾ ഉയർന്നുവരുന്നൊരു ചോദ്യം ഇതാണ്: അപ്പോൾ ജർമ്മനിൽ ഗ്രാമർ പഠിക്കണ്ടേ? നോമിനേറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ്, ഗെനറ്റീവ്, പെർഫെക്റ്റ്, പ്ലസ്കോം പെർഫെക്റ്റ്, ഇതുപോലുള്ള ഗ്രാമറൊന്നും പഠിക്കാതെ നമുക്ക് എക്സാം പാസ്സാവാൻ പറ്റുമോ? പാസ്സാവാൻ പറ്റും എന്നതിനാണ് ഉത്തരം. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. ഈ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി ഒരുപാട് സമയം എടുക്കേണ്ടി വരും. ഒരു കുട്ടി എങ്ങനെയാണോ ജർമ്മൻ പഠിച്ചു വരുന്നത്, വളർന്നു വരുന്നൊരു കുട്ടി എങ്ങനെയാണോ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് മലയാളം എങ്ങനെയാണോ പഠിച്ചു വന്നത്, അതുപോലെ നേറ്റീവ് സ്പീക്കേഴ്സായിട്ട് സംസാരിച്ച് ആ ഒരു എൻവയോൺമെൻറ്റിൽ ജീവിച്ച് ഒരുപാട് വാക്കുകളും ഒരുപാട് സെൻറ്റൻസുകളും പ്രയോഗങ്ങളും നമുക്ക് കിട്ടി. അങ്ങനെ വേണം പഠിക്കാൻ. നിങ്ങളിപ്പോൾ ഒരു ജർമ്മൻ എൻവയോൺമെൻറ്റിലായിരിക്കില്ല ജീവിക്കുന്നത്. നിങ്ങളിപ്പോൾ കേരളത്തിൽ നമ്മൾ ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. സോ നമ്മൾ ഗ്രാമർ ആൻഡ് റൂൾസ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ക്യാൻസ് ടു മിയർ ബിറ്റെ നമ്മൾ ചിലപ്പോൾ ഫോർമൽ സിറ്റുവേഷനിലും പോയി ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മളെ എക്സാം ഫെയിൽ ആക്കാനും ചാൻസ് ഉണ്ട്. സോ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു 40-60 റൂളിനെ പറ്റിയാണ്. നമ്മൾ ജർമ്മൻ പഠിക്കാൻ ചെലവഴിക്കുന്ന സമയത്തിൻ്റെ 60%, 60%
ഇതുപോലുള്ള കോമൺ വേർഡ് കോമ്പോസ് പഠിക്കുകയും അതുപോലെ സെൻറ്റൻസുകൾ പഠിക്കാനും മാറ്റി വെക്കുക. ബാക്കി 40% സമയം ഗ്രാമർ ആൻഡ് റൂൾസ് പഠിക്കാനും വേണ്ടി മാറ്റി വെക്കുക. ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ജർമ്മൻ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് എവിടെ നിന്ന് കളക്ട് ചെയ്യാം, എവിടെ നിന്നാണ് നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടത്? സോ അതിന് നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് സിനിമ കാണാം, ജർമ്മൻ സിനിമ കാണാം, അല്ലെങ്കിൽ ജർമ്മൻ പോഡ്കാസ്റ്റ് കേൾക്കാം, ന്യൂസ് കേൾക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന ചില പ്രയോഗങ്ങൾ ഉണ്ടാവും, ചില വേർഡ് കോമ്പോസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ എവിടെയെങ്കിലും ഒരു നോട്ടിൽ എഴുതി വെക്കണം. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ വേർഡ് കോമ്പോയോ നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, ആ ഒരു പ്രയോഗം അവിടെ അത്രയും പോപ്പുലറാണ്. സോ ഇത് കോൺവെർസേഷനിൽ നമുക്കും ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ച് അത് പഠിച്ച് അത് പ്രയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കും നേറ്റീവ്സിനെ പോലെ എങ്ങനെ സംസാരിക്കാം, ജർമ്മനിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. സോ നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചൂസ്.